രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഇതിൽ പ്രത്യേകം പറയുന്നു, IT മിഷനിലേക്കും ഈ ഡേറ്റ അയക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി OSD ശ്രീറാം സാംബശിവ റാവു കത്തയച്ചിരിക്കുകയാണ്. ഈ കത്തയച്ചത് 31/12/2025 അപ്പോൾ ഇത് ഏറ്റവും വലിയ ഡേറ്റ ബ്രീച്ചാണ്. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ OSD ഇങ്ങനെ ഒരു കത്തയക്കുമോ? മുഖ്യമന്ത്രിയുടെ OSD ഇങ്ങനെ ഒരു കത്തയക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ അയക്കുമോ? അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് എല്ലാ വകുപ്പ് തലവന്മാർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന മാരകമായ ഡേറ്റ ബ്രീച്ചാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ നിലവിലുണ്ട്. പുട്ടസ്വാമി കേസിൽ, പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേസിൽ ആണ് ഏറ്റവും അവസാനമായി ഡേറ്റ ബ്രീച്ചിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അയാളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്നും നിയമലംഘനമാണെന്നും വ്യക്തമായി തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആഗോളതലത്തിൽ തന്നെ ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ പ്രാധാന്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്തർദേശീയ തലത്തിലുള്ള ഇത്തരം അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് 2023 കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കി. ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടി വന്നിരിക്കുന്ന നിയമം ഇപ്പോൾ നിലവിലുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംരംഭകരുടെയും GST അടയ്ക്കുന്ന മുഴുവൻ വ്യവസായികളുടെയും സംരംഭകരുടെയും അതോടൊപ്പം തന്നെ MSME നടത്തുന്ന ചെറുകിടക്കാരായ ആ വ്യവസായികളുടെ പേരിൽ ഉൾപ്പെടെ മെസ്സേജുകൾ അയക്കുന്ന അസാധാരണമായ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാരുടെ വിവരങ്ങൾ എങ്ങനെ ലഭിച്ചുവെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നതോടുകൂടി എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കിട്ടിയത് എന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഈ കത്തിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടു തരുന്നതാണ്.